എങ്ങനെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് ഡിസ്ക്രൈബ് ചെയ്തു. അത് വേണമെങ്കിൽ ഇതൊക്കെ ചെയ്തൊക്കെ നോക്കാം, ഒന്നും നടക്കത്തില്ല. അതായത് ചെയ്ത് നോക്കി നടക്കാത്തതാണെന്നെങ്കിലും മനസ്സിലാക്കാം. രാജപാതയിലൂടെ വരുമ്പോൾ അപ്പോൾ അദ്ദേഹം തിരിഞ്ഞ് നോക്കിയപ്പോൾ അദ്ദേഹത്തിൻ്റെ മേലായിരുന്നു. അദ്ദേഹം തിരിഞ്ഞ് നോക്കിയപ്പോൾ അവരുടെ വീട് കത്തിപ്പോയി. പിന്നെ അദ്ദേഹം തന്നെ അത് ഓപ്പറേറ്റ് ചെയ്ത് കഥകളൊക്കെ വായിച്ചിട്ടുണ്ട്. അതൊന്നും സംഭവിക്കാതെ പോകുന്നതാണ് അല്ലേ? ആളുകൾ വിഷമമുള്ള കാര്യം. നമ്മളെന്തെങ്കിലും ഇങ്ങനെ നമ്മളും കൂടെ നിൽക്കുന്ന സമയത്ത് നമ്മളൊന്നും ചെയ്തില്ലെങ്കിലും എന്തെങ്കിലും നിൽക്കുന്ന സമയത്ത് അങ്ങനെ ഇൻഷ്യൂ ഉണ്ടായി കഴിഞ്ഞാൽ വിഷമം. അത് അതിനകത്ത് സിമ്പിളാണ് എൻ്റെ കാര്യം. അത് വലിയ ഒരു സിദ്ധിയൊക്കെ പ്രാക്ടീസ് ചെയ്ത് നോക്കാം. നമുക്ക് നമ്മുടെ ഈ വരുന്ന ലെവലുകളിലൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്ത് നോക്കാം. പക്ഷേ ഇത് അപ്ലൈ ചെയ്യണം, ഇത് നടക്കില്ല എന്നറിയാം. ഇതൊക്കെ ഒരു സിദ്ധിയെക്കുറിച്ച് പറയുന്നത് ഇപ്പോൾ പാരാനോർമൽ കുറേ എണ്ണം പറയുന്നു. 35 സിദ്ധിയെക്കുറിച്ചാണ് പറഞ്ഞത്. അത് ഓരോ പടിപടിയായിട്ട് പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ പ്രാക്ടീസ് ചെയ്തൊക്കെ വരുമ്പോൾ മൈൻഡ് വളരെ ഷാർപ്പായിട്ട് മൈൻഡ് ഫോക്കസ്ഡ് ആയിരിക്കുന്ന കണ്ടീഷനിലാണ് സിദ്ധി വർക്ക് ചെയ്യുന്നത്. നല്ല ഷാർപ്പായിട്ട് സംയമം എന്ന് പറയുന്നത്. ഈ പാരാനോർമൽ പവേഴ്സ് നടക്കുന്ന ആ സ്കീമിനെ സംയമം എന്ന് പറയും. അതായത് കോൺസെൻട്രേഷൻ, മെഡിറ്റേഷൻ, ഇൻറ്റഗ്രേഷൻ എന്ന് പറയുന്ന 3 കാര്യങ്ങൾ അങ്ങോട്ട് നോക്കുമ്പോൾ അങ്ങോട്ട് വരും. അത് പഠിക്കാൻ നോക്കും. അപ്പോൾ ഈ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് മൈൻഡ് ഒരു പോയിന്റിലേക്ക് ഫ്ലോ ചെയ്യും. അതിൽ അവിടെ നിന്ന് മാറിയും പോകാം, പക്ഷേ റീഫോക്കസ് ചെയ്ത് അതിലിരിക്കും. അത് കഴിഞ്ഞിട്ട് അത് ഒരു സ്ട്രെയിനും ഇല്ലാതെ മൈൻഡ് അങ്ങനെ പോകും. നമ്മൾ സ്ട്രെയിനേ ഇല്ല, പക്ഷേ ഏതെങ്കിലും മനസ്സിൽ പിടിച്ച് വയ്ക്കുകയാണെങ്കിൽ അത് തന്നെ നിന്നോളും. അപ്പോൾ മൈൻഡ് അതിൻ്റെ ഫോമിലോട്ടങ്ങ് മാറും. മൈൻഡ് അതായിട്ടങ്ങ് മാറും. കാരണം മൈൻഡ് വേറെ ഒന്നുമില്ല, അതുകൊണ്ടാണ് മൈൻഡ് അതാകുന്നു എന്ന് നമ്മൾ പറയുന്നത്. മൈൻഡ് അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ സമയത്ത് നമ്മൾ അതായിട്ടിരിക്കും. അപ്പോൾ ആ സന്ദർഭത്തിൽ ഈ സിദ്ധി പ്രാക്ടീസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിനെ ഒരു സൂത്രം ആയിട്ടാണ് അത് എഴുതുന്നത്. ഇപ്പോൾ കായാകാശ സംബന്ധം എന്ന് പറയുന്നത് ഒരു സിദ്ധിയുടെ ഒരു സൂത്രമാണ്. കായവും ആകാശവും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നമ്മൾ നോക്കുന്നു. കായം എന്ന് വെച്ചാൽ ശരീരം, ആകാശം എന്ന് വെച്ചാൽ സ്പേസ്. ഈ ആകാശവും സ്പേസും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് കോംപ്രിഹെൻഡ് ചെയ്യുന്നതാണ് ആ ലെവിറ്റേഷന് വേണ്ടി ഒരാളിനെ സഹായിക്കുന്ന സൂത്രം. അത് മനസ്സിലാകുമ്പോൾ അവർ ബോഡി വിൽ ഫോളോ ദ കോംപ്രിഹെൻഷൻ എന്നാണ്. അങ്ങനെ കുറേ മാത്രം സിദ്ധിക്കും. ഞാൻ ഒരു എക്സാമ്പിൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അണിമ, ഗരിമ, ലഘിമ, പ്രാപ്തി, പ്രാഗമ്യം, ഈശത്വം, വാശത്വം എന്ന് പറഞ്ഞിട്ട് അഷ്ടസിദ്ധികൾ പറയും. അണിമ ചെറുതാകാനുള്ള സാധ്യത, പിന്നെ വലുതായിട്ട് വേണമെങ്കിൽ ആകാനുള്ള സാധ്യത, അങ്ങനെയൊക്കെ അണിമ, ഗരിമ ഒരു മൗണ്ടൻ പോലെ ആയി മാറും. പിന്നെ ഭയങ്കര ലഘുവായിട്ട് ഇങ്ങനെ വെയ്റ്റ്ലെസ് ആയിട്ടിരിക്കും. ലഘു, ലഘിമ, പ്രാപ്തി, വിചാരിക്കുന്ന കാര്യം പ്രാപ്തി അതായിട്ട് അതിലേക്ക് എത്താനായിട്ടുള്ള സിദ്ധി. അപ്പോൾ എവിടെ വേണമെങ്കിലും പോകണമെന്ന് വിചാരിച്ചാൽ ആ സ്ഥലത്തേക്ക് അങ്ങ് പോകാൻ പറ്റുക. ഇങ്ങനെയൊക്കെ ഇതെല്ലാം ഭൂമിയിൽ നടക്കുന്ന കാര്യങ്ങളാണ്. നമ്മളായിട്ടൊന്നും ചെയ്തില്ല, ഇതൊക്കെ പതുക്കെ നടന്നു. പക്ഷേ ഇപ്പോൾ തന്നെ അതങ്ങോട്ട് കാണിക്കണമെന്ന് നമുക്ക് തോന്നിക്കുമ്പോഴത്തേക്കും എന്താണെന്ന് വെച്ചാൽ ഇതിനകത്തൊരു അഹങ്കാരം ഉണ്ടാകും. ആകസ്മികമായി സംഭവിക്കുന്നതായിരിക്കും. പക്ഷേ ഇത് ഞാനാണ് ഇത് സംഭവിപ്പിച്ചത് എന്ന് തോന്നും. അപ്പോഴാണ് ഇരിക്കുന്നത് ആരെങ്കിലും വല്ലതും പറയാൻ തുടങ്ങുമ്പോൾ എൻ്റെ അടുത്താണ് എൻ്റെ കാര്യം കാണാം എന്നൊക്കെ അങ്ങോട്ട് തോന്നിക്കും. ചെറുതായിട്ട് കാണിച്ചു തുടങ്ങിയതേ ഉള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞ് കുറച്ചേരം കഴിഞ്ഞ് ഇയാൾ പെരുക്കി പിടിച്ച് ഇപ്പം കാണിക്കാനായിട്ടിരിക്കുന്ന ഒരാളായിട്ട്. അപ്പോൾ അബദ്ധവശാൽ ആരെങ്കിലും 1-2 പേരുടെ ജീവിതത്തിൽ അത് വല്ലതും പ്രശ്നം സംഭവിക്കുകയോ വല്ലതും ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇയാൾ അത്ഭുതമായിട്ട് മാറും. ആളുകൾ അവിടെ ഇവിടുന്നൊക്കെ ഓടിക്കൂടാൻ തുടങ്ങും. അമാനുഷ്യനാണെന്ന് കണക്കാക്കുക. അപ്പോൾ ഈ അമാനുഷ്യ സിദ്ധികളൊക്കെ ഉള്ള ഒരാളാണെന്ന് പറഞ്ഞിട്ട് ഇയാൾ വലിയ സാമ്രാജ്യമൊക്കെ ഉണ്ടാക്കും. കുറച്ച് ദിവസം കഴിയുമ്പോൾ ഈ കോൺസെൻട്രേഷൻ അങ്ങ് പോവുക. കാരണം ഇയാളിപ്പം നിൽക്കുന്നത് പഴയ കോൺസെൻട്രേറ്റ് ചെയ്യാവുന്ന സ്റ്റേറ്റിൽ നിന്ന് മാറിയിട്ട് ഇയാൾ വേറെ ഇത് പ്രൊജക്റ്റ് ചെയ്യുന്ന ഒരാളായിട്ട് മാറും. വലിയൊരാളാണെന്ന് സമൂഹത്തിനെ കാണിച്ച ആളായിട്ട് ഇരിക്കുന്ന അവസ്ഥ. അപ്പോൾ അവിടെ ഇരുന്നുകൊണ്ട് ഇയാൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ ശ്രമിച്ചാൽ നടക്കപ്പെടും. സിദ്ധിയും പോയി എല്ലാം. പിന്നെ ഇയാൾ കള്ളതരം കാണിച്ചിട്ട് ഈ സിദ്ധി ഉണ്ടാക്കാൻ വേണ്ടി ആളുകളെടുത്ത് കഥ പ്രചരിപ്പിക്കും.
ഇങ്ങനെയൊക്കെ പറയണമെന്ന് പറഞ്ഞ് പൈസ എല്ലാം കൊടുക്കും. അപ്പോൾ അവൻ പോയി ബുക്കൊക്കെ എഴുതി പഠനത്തൊക്കെ പറഞ്ഞ് ഇതൊക്കെ പ്രചരിപ്പിച്ച് ഇയാൾ വലിയ ആളാക്കി വെച്ചോ. ഇയാൾ ആ മെയിൻ ട്രാക്കിൽ നിന്ന് മാറി വേറൊരു ട്രാക്കിലുണ്ടായി വേറെ എന്തോ ഇൻറ്റൻഷനും മാറിപ്പോയി. ഇയാളിപ്പോൾ ഇത് ഇൻറ്റൻഷൻ വേറെ എന്തോ ഇങ്ങനെ ഇത് ഡീവിയൻ്റ് ആയിപ്പോയി. അപ്പോൾ ഈ യോഗ ഗോൾ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇയാൾ എത്തത്തില്ല. അതുകൊണ്ടാണ് ഇത് മൈൻഡിൻ്റെ പൊട്ടൻഷ്യാലിറ്റി ഇങ്ങനെയൊക്കെ ഉണ്ട് എന്ന് അറിയുന്നതിന് വേണ്ടി മാത്രമാണ് ഈ പറഞ്ഞ പ്രാക്ടീസുകൾ. എന്നല്ലാതെ ഇത് മാനിഫെസ്റ്റ് ചെയ്ത് അതിൻ്റെ പേരിൽ ആളാകാനോ ഗുണം ഉണ്ടാക്കാനോ അഹങ്കാരം കാണിക്കാനോ ഉള്ളതൊന്നും അല്ല എന്ന്. അപ്പോൾ ഒരാൾ സ്ഥിതി കാണിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കി പോകണം ഇവൻ ശരിയല്ല. അങ്ങനെ അവരുടെ പേരിൽ പിന്നെ ആളുകൾക്ക് ഈ സിദ്ധി ഭയങ്കര സംഭവമായിട്ട് കണക്കാക്കുന്നത് കൊണ്ട് ഓരോ ആചാര്യന്മാരുടെ പേരിൽ ഈ സിദ്ധി വെച്ച് കെട്ടുക. അപ്പോൾ അങ്ങനെ ഉണ്ടല്ലോ, നമ്മളൊരു എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഉണ്ടാക്കി വെച്ച് അവൻ ഭയങ്കര സിദ്ധിയൊക്കെ ഉള്ള ആളാണ് എന്ന് പറഞ്ഞാൽ 100 കണക്കിന് ആളുകളോടെ വരും. അപ്പോൾ എപ്പോഴാണോ ഇൻസ്റ്റിറ്റ്യൂഷൻ നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യുക അപ്പോൾ അത് പടരണമെന്നുള്ള ആഗ്രഹം. അപ്പോൾ അങ്ങനെ നമ്മൾ ഡീവിയൻ്റായി മാറും. നമ്മുടെ ഗോളൊന്ന് തെറ്റും. ഗോൾ അകത്തോട്ട് സമാധാനത്തിലിരിക്കുകയാണ്. ആ ഗോളൊക്കെ തെറ്റിയിട്ട് പുറത്തെന്തോ വലിയ പ്രസ്ഥാനം ഉണ്ടാക്കുന്ന ഒരാളായിട്ട് മാറും. അതൊക്കെ ഈ സ്പിരിച്വൽ ക്രിമിനാലിറ്റിയുടെ കൂട്ടത്തിൽ ചേർക്കാം. അങ്ങനൊന്നും സംഭവിക്കാൻ പാടില്ല. ഇത് നല്ല ഇരുത്തം വന്നാലേ നമുക്ക് ആ ഒരു ഉറപ്പ് വരും. അല്ലെങ്കിൽ ഈ ചെറിയ ചെറിയ കാര്യങ്ങളുടെ പുറത്തെ അറിഞ്ഞു കൊടുത്തിടയിൽ കാണിച്ച് ചുമ്മാ ഇതൊക്കെ കാണിച്ചിട്ട് പ്രകൃതിയെ ഒരു മഹാ അത്ഭുതമായിരിക്കുന്ന സമയത്ത് അതിനകത്ത് വെച്ച് വേലകൾ കാണിച്ചിട്ട് വലിയ ആളാണെന്ന് വിചാരിക്കുന്ന ഒരു തന്നെ അങ്ങനെ ചെയ്യാൻ പാടില്ല. ഈ പ്രകൃതിയെപ്പോലൊരു അത്ഭുതമാണ്. അതെ, രാവിലെ ഉദിക്കുന്നു, പ്രകാശം വരുന്നു, ചെടികൾ ഭക്ഷണം ഉണ്ടാക്കുന്നു. ഈ പറയുന്ന ഇത്രയും വിചിത്രമായ ലോകത്ത് ഇവിടെ ഇങ്ങനെ നമ്മൾ നിന്ന് എന്ത് നോക്കിയാലും അതിവിചിത്രമായ ഒരു സ്ഥലത്ത് എന്താണ് നമ്മുടെ ഒരു അതിനകത്തുള്ള നമ്മളെ ഒരു വിചിത്രമായ ഒരു സംഭവം അത്യത്ഭുതങ്ങളിൽപ്പെട്ട ഒന്നാണല്ലോ നമ്മൾ. ഇനി നമ്മളൊരു ഗോളി എടുത്ത് ഉണ്ടാക്കി ലഡ്ഡു എടുത്ത് കൊടുത്താലേ നമ്മൾ വലിയ ആളായി. നമ്മൾ തന്നെ ഒരു മഹാസിദ്ധിയാണ്. നമുക്ക് അറിഞ്ഞൂടെ എങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇല്ലേ, ചിന്തിക്കാൻ പറ്റുക, കാര്യങ്ങൾ കാണാൻ പറ്റുക, സ്നേഹം തോന്നിക്കുക, ഈ പ്രകൃതിയോടൊരു കാരുണ്യം തോന്നിക്കുക, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഭയങ്കര വിശേഷപ്പെട്ട ഒരു സാധനമല്ലേ. പിന്നെ അതിനകത്ത് നിന്നോട്ട് ലഡ്ഡു എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ അയാൾ വലിയ ആളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പരം പോസ്റ്റുകളാണ്. അപ്പം അല്ല, അത് വാസ്തവം ഒന്നും ഇല്ലാതെ. പക്ഷെ ഇതൊക്കെ നമ്മൾ ഈ പ്രാക്ടീസിൻ്റെ ഇടയ്ക്ക് നമുക്ക് വേണമെങ്കിൽ മനസ്സിലാക്കാൻ ഇങ്ങനെയൊക്കെ വേണമെങ്കിൽ സാധിക്കാം എന്ന്. അത് പറയുന്നത് തന്നെ ഒരു ഇതാണ്. ആവശ്യമുള്ളപ്പോൾ മാത്രം അത് ഉപയോഗിക്കാം. അത് ഒരാളിനെ ഈ നേർവഴിക്ക് നയിക്കുന്നതിന് വേണ്ടി ഈ മാസ്റ്റർ വെച്ച് തെറ്റായ വഴിയിലേക്ക് ഇറങ്ങുന്നു. മനസ്സിലായി? ഒരാളുടെ വിശ്വാസം കോൺഫിഡൻസ് ഉണ്ടാക്കി കൊടുത്തിട്ട് അയാൾ ഈ വഴിയിൽ മുന്നോട്ട് പോകുന്നതിന് വേണ്ടി സപ്പോർട്ട് ചെയ്യാനായിട്ട് ചില മാസ്റ്റർമാർക്ക് അങ്ങനെ ചിലപ്പോൾ ചെയ്താലേ പറ്റുള്ളൂ തോന്നിട്ട് ചെയ്യുന്ന ആ ഒരു കർമ്മമാണ്. അതൊരു വലിയ കാര്യമായിട്ടൊന്നും വരുത്തില്ല. അത് പതഞ്ജലി യോഗ സൂത്രത്തിനകത്ത് തന്നെ ഈ സിദ്ധികളെ കുറിച്ച് എഴുതിയതിന് ശേഷം എങ്ങനെയാണ് സിദ്ധി നടക്കുന്നതെന്ന് ഡിസ്ക്രൈബ് ചെയ്തിട്ട് അതിനകത്ത് അദ്ദേഹം തന്നെ പറയും. ഇത് മൈൻഡിൻ്റെ ഹിഡൻ പൊട്ടൻഷ്യാലിറ്റി മനസ്സിലാക്കാൻ വേണ്ടി മാത്രമുള്ളതാണ്, ഇത് മാനിഫെസ്റ്റ് ചെയ്യാനുള്ളതല്ല. എങ്കിലും ആ പോക്കിൽ ഇത് നമുക്ക് അറിയാതെ 1-2 പ്രാവശ്യമൊക്കെ അങ്ങനെ വരും. അപ്പോൾ അത് പിന്നെ അങ്ങോട്ട് നമുക്ക് പോകാൻ പാടില്ല. എനിക്ക് അത് റെസ്ലെസ്നെസ് തരും, ഒരുപാട് കോൺസിക്വൻസ് ആയിട്ടാണ്. പിന്നെ നമ്മുടെ കോൺസെൻട്രേഷൻ നമ്മൾ മാറി കിട്ടും. പിന്നെ നമ്മൾ നിന്നിടത്തൊന്നും ഫോറൻ ഏഞ്ചലായി അനുഭവത്തിൽ അങ്ങനെ ഉണ്ട്. വലിയ പ്രയാസമാണ്. എന്തെങ്കിലും വന്നാൽ മാറത്തില്ല. ഇപ്പം നോക്കിയോ, ഞാനിങ്ങനെ ഇരിക്കുന്നു, ഞാനിങ്ങനെ ഇയാളെ നോക്കുമ്പോൾ ഇയാളെ മനസ്സിലുള്ളതൊക്കെ കാണുന്നു. കാണാത്തടുത്ത് ആളുകൾ പോകത്തില്ല. ഞാൻ ഇയാളുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ഇയാൾ കംപ്ലീറ്റ് സ്മാർട്ട് വില പിടിക്കും എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് ദൂരെ മാറി നിന്ന ആളുകളൊക്കെ അതുകൊണ്ടാണ്. ആളുകൾ ദൂരം മാറി നിന്നിട്ട് നോക്കാണ് പിടിക്കുകയോ ഇല്ല എന്നുള്ളത്. കാരണം അകത്തിലോട്ട് കോൺട്രഡിക്റ്റ് സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയാണ് ഈ പവർ വരുന്നത്. കാരണം ഇവൻ നേക്കഡായിപ്പോൾ നമ്മുടെ മുമ്പ്. അപ്പോൾ അവന് പിന്നെ അങ്ങോട്ട് വരാൻ നോക്കില്ല. അവൻ ഇങ്ങനെ വെപ്രാളപ്പെട്ടുകൊണ്ടേയിരിക്കും. അപ്പം പറയണമല്ലോ അവൻ ചെയ്യും. ഇങ്ങനെ പലതും ഉണ്ടാക്കാൻ പറ്റും. അതൊരു വൃത്തികെട്ട ബിസിനസ്സാണ്. അങ്ങനെയൊക്കെ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ സിദ്ധി എന്ന് പറയുന്നത് മനസ്സിൻ്റെ ഹിഡൻ പൊട്ടൻഷ്യലിറ്റിയെ മനസ്സിലാക്കുന്നതിന് വേണ്ടി
ഉള്ള ഒരു സ്കീമാണ്. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ മനസ്സിൽ പെട്ടെന്ന് നമുക്ക് ചാടാതിരിക്കാൻ ഉള്ള സ്ഥലത്ത് കൊണ്ടുപോയി വയ്ക്കാം. അതുപോലെ ഇത് ചാടും. അത് മാത്രമേ ഉള്ളൂ, അല്ലാതെ അതിനകത്ത് വേറെ അങ്ങനെ വേണം നമ്മൾ ചിന്തിച്ചിട്ട് പോകാറ്. അല്ല എന്തെങ്കിലും ചെറുതായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് തോന്നി. ആളുകൾ പറയുകയും ചെയ്യും, ആണെങ്കിൽ നോക്കിയാൽ എല്ലാം മനസ്സിലായിക്കളായിരുന്നു. ഇങ്ങനെ ഒരു സാധനം ഉണ്ടായിരുന്നു ഇവിടെ, നമുക്കറിയാമല്ലോ സാധനം. അഗസ്ത്യ തീർത്ഥം എന്ന് പറഞ്ഞ കൊടലാദ്രി മലയിൽ ഈ സർവജ്ഞപീഠത്തിനടുത്ത് ഒരു ചെറിയൊരു ഒഴുക്കും, അതിൻ്റെ കരയിൽ അദ്ദേഹം ആശ്രമമൊക്കെ വെച്ച് കാലിക്കറ്റാണ്. അപ്പോൾ അങ്ങനെ അവിടെ താമസിച്ചത്. അപ്പോൾ സ്വാമി അതിനൊക്കെ പ്രത്യേക വർത്താനം. അപ്പോൾ സ്വാമി ഭയങ്കര ഈ മറ്റൊരു സൗകര്യധാരിയാണ്. കമണ്ടലുണ്ട്, യോഗദണ്ഡുണ്ട്, കണ്ടിട്ടില്ലേ? കാളിദാസൻ. അല്ല മോളിലുണ്ട്, കാളിദാസൻ അങ്ങനെയുള്ള പേര്. അപ്പോൾ യോഗദണ്ഡുണ്ട്, തുലക്ക് പുൽത്തോൽ പോലത്തെ ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. കോണം മാത്രമാണ് നമ്മൾ ഇങ്ങനെ ചുറ്റിട്ടുണ്ട്. അതിൽ യോഗദണ്ഡൊക്കെ പിടിച്ചിട്ട് താടി കയറ്റി ആ മലയിൽ കൂടെ കയറി പോകുന്ന കണ്ടാൽ തന്നെ നമ്മൾ ഏതോ ഒരു വേദായുഗത്തിലേക്ക് വന്നങ്ങ് വീഴും. അപ്പോൾ അദ്ദേഹത്തിന് അവിടെ ചെന്നാൽ വെട്ടാടി എന്താ അവരെ കുറിച്ച് പറയുന്നത്. അപ്പം അങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അങ്ങനെ ഇങ്ങനെ പൂജാതി കേൾക്കുമ്പോൾ ദൂരെ ശബ്ദം കേൾക്കുമ്പോഴും അവിടെ മണിയടി കേൾക്കാം. ഇങ്ങനെ പൂജയുടെ മണിയടി കേൾക്കാം. എന്നിട്ട് തന്നെ തീർച്ചയായും അങ്ങനെ ഇരിക്കും, ഉണ്ടാവാതെ മനസ്സിരിക്കട്ടെ. നമ്മുടെ മനസ്സിലെല്ലാം തോന്നാതിരിക്കും. ഇയാൾ കള്ളനാണോ എന്ന് നമുക്ക് തോന്നിക്കുമല്ലോ. ഇങ്ങനെയൊക്കെ വേഷം കെട്ടിയിട്ട് ഭയങ്കര മണിയൊക്കെ അടിച്ചിരിക്കുകയല്ലേ. അപ്പോൾ അത് കാരണം ചിലപ്പോൾ അങ്ങനെ തോന്നിക്കുമല്ലോ. അത് തോന്നിക്കുന്ന സമയത്തായിരിക്കും ഇതെല്ലാ സാഹചര്യത്തിലും അപ്ലിക്കബിളാണ് ഈ ഡയലോഗ്. മനസ്സിരിക്കട്ടെ, പെട്ടെന്ന് നമ്മൾ കിടങ്ങും. ഇങ്ങനെല്ലാം അറിഞ്ഞെന്നാ വിചാരിക്കും. അങ്ങനെ ഉണ്ടല്ലോ. അപ്പോൾ അതങ്ങനെ ജീവിച്ചിരുന്നു. സന്യാസിയുടെ വേഷത്തിനൊക്കെ അങ്ങനെ ഒരുപാട് കാലം ജീവിച്ചിരുന്നു. അവസാനം ഒന്ന് കുഴപ്പമായി, വലിയൊരു പ്രത്യേക കുഴപ്പം ആയി. അവിടെ ആ കുഴപ്പത്തിലൊക്കെ പെട്ട് ഏതോ ഒരു കുട്ടിയുടെ ഭ്രാന്ത് മാറ്റി കൊടുക്കാമെന്ന് പറഞ്ഞു വിട്ടാലും കൊണ്ടുവന്ന് അവിടെ ആക്കിയിട്ട് പോയി. പിന്നെ അവസാനം ആ കുട്ടി ജീവനും കൊണ്ട് അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു. കാരണം ഇളാക്രമിക്കുകയോ കുട്ടികളൊക്കെ എന്തോ ആയി. അങ്ങനെ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു. കുറേ കഴിഞ്ഞപ്പോൾ ഒരു പറ്റ ആളുകളവിടെ കയറി. ഇതറിഞ്ഞോടെ? അയ്യോ, ഇത് ഭയങ്കര അവിടെ. അതിനുശേഷമാണ് അവിടെ ആരെയും ഇരുത്താത്തത്. ഈ മലയിൽ ആരെയും അവിടെ കയറ്റാൻ്റെ ഈ റെസ്ട്രിക്ഷൻ വന്നത് ഈ ഇൻസിഡൻറ്റിന് ശേഷമാണ്. എന്നിട്ട് ഇവരൊരു പറ്റം പിള്ളേരങ്ങ് കയറി ചെറുപ്പക്കാർ. അതായത് രാത്രിയാണ് ചെന്നിട്ട് സ്വാമി പിടിച്ചു. രാത്രിയില്ലേ, ഭയങ്കര വൈൽഡായിട്ടുള്ള സ്ഥലമല്ല, പുലിയും കടുവയും പാമ്പൊക്കെ ഉള്ള സ്ഥലമാണ്. അങ്ങനെ ഇവർ ഇങ്ങനെ പിടിച്ചു, താടി പിടിച്ച് ജടയല്ലേ, ഇവിടെയും ജടയാണ്. അപ്പോൾ എങ്ങനെ ഇവർ രണ്ടുപേരങ്ങനെ പിടിച്ചു കൊടുക്കുന്നതാണ്. ഞാനതിന് ഡ്രമാറ്റിക്കായിട്ട് ഇങ്ങനെ ഇവരുടെ എങ്ങനെയും പിടിച്ചു കൊടുക്കും, മറ്റവരിങ്ങനെയും പിടിച്ചു കൊടുക്കും. മറ്റൊന്ന് നല്ല കത്തിരിയായിട്ടാണ് കയറിയത്. ഒരു ഒറ്റ വെട്ടി രണ്ടുപേരും 2 കത്തിരി കൊണ്ട് അങ്ങ് ചോപ്പ് ചെയ്തപ്പം ഇയാൾ പിടി വിട്ടു. ഇയാളുടെ ഓടി തോന്നി. ഇയാളെ കയ്യിലെ കാലമൊന്നും പിടിച്ചു വെച്ചില്ല. താടി ഇങ്ങനെയുള്ള കഥ. ആക്ച്വലി ഇവിടെയും പിടിച്ച് ഈ 2 കൂടെ വെട്ടി കഴിഞ്ഞാൽ ഇയാൾ പിടിവിട്ടിട്ട് രാത്രി കാട് ഇയാൾക്കറിയാമല്ലോ. ഇയാളങ്ങനെ എടുത്ത് ചാടി കാട്ടിനകത്തൂടെ അവിടെ ഇവിടെ പതുങ്ങി ഏതാണത്തിൻ്റെ മുകളിലേക്ക് കയറി വരുന്ന അവർ രാത്രി വല്ലാത്ത ഉൾക്കാടല്ലേ. ഇതൊക്കെ വലിയ സേക്രട്ടായിട്ടുള്ള സ്ഥലമാണ്. അങ്ങനെ ഇയാളെ രക്ഷപ്പെട്ടു. ഇങ്ങനെ മരത്തിൻ്റെ മുകളിലേക്ക് കയറി അയക്ക കാടൊക്കെ അറിയാം. ഇവർ പിന്നെ കുറേയൊക്കെ നോക്കിയിട്ട് കിട്ടാതെ ഞങ്ങളും പോയി. പിന്നെ ഇയാൾ അവിടെ ഇരിക്കാൻ പറ്റില്ലല്ലോ, പോലീസുകാർ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അങ്ങനെ ഇയാൾ അവിടെ നിന്ന് പോയി. വളരെ സമയം പോയി. ഏത് വർഷം ഇത്? എനിക്ക് തോന്നുന്നത് 86 ഒക്കെ. നമ്മൾ പോണതിന് ശേഷം. നമ്മൾ പോകുമ്പോൾ ഇയാളില്ലായിരുന്നു അവിടെ 85, 82, 83 ഇയാൾ എന്നപ്പോൾ ആ സമയത്ത് അവിടെ അകത്തൊരു ചെറിയ ആശ്രമം പോലെ ഉണ്ടായിരുന്നു. ഈ ആത്മാറാമിൻ്റെ ആ പീരീഡ് അത് 81, 82 ഒക്കെയാണ്. ഏതായാലും അതങ്ങനെ പോയി. ചുരുക്കം പറഞ്ഞാൽ ഇയാൾ പിന്നെ അവസാനം നാട്ടിൽ പോയി. കോട്ടയത്തായിരുന്നു, കാലിക്കട്ടല്ല, കോട്ടയത്ത്. അങ്ങനെ പോയിട്ട് പിന്നെ അയാൾ ഒരു ദിവസം ആളുകൾ അങ്ങനെ സ്വർഗത്തിൽ പോയി. ഒരു മരക്കൊമ്പിൽ അവസാനിപ്പിച്ചു. മരിച്ചു കോട്ടയത്ത് വെച്ച്. കോട്ടയത്താണ് അയാളുടെ വീടോ കുടുംബം. അങ്ങനെ അയാൾ ഇവിടെ പോയി മരിച്ചത്.
അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കോൺസിക്വൻസസ് ഉണ്ട് ഈ കാര്യത്തിൽ ഈ എന്താ പറയുക ഇമേജുമായിട്ട് ബന്ധപ്പെട്ട കുഴപ്പങ്ങളൊക്കെ ഉണ്ട്. അതുപോട്ടെ ഏതായിരുന്നാലും ഈ സിദ്ധി എന്ന് പറയുന്ന ഒരു വൃത്തിയുടെ വഴി. ഇനി ഇതിൻ്റെ വേറൊരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ ഞാനിങ്ങനെ നോക്കി, ഞാൻ പറഞ്ഞ എക്സാമ്പിൾ അതാണ്, ഇങ്ങനെ നോക്കിയിരിക്കുന്ന മനസ്സിലിരിക്കുന്നതൊക്കെ മനസ്സിലായി. അപ്പോൾ ഞാനിത് വർക്ക് ചെയ്തത് എൻ്റെ മനസ്സിനകത്തുള്ള വൃത്തികൾ എടുത്ത് കളയാൻ വേണ്ടി വർക്ക് ചെയ്തിട്ട് ഇപ്പോൾ കാണുന്നതിൻ്റെയൊക്കെ മനസ്സിൽ കിടക്കുന്ന വൃത്തികളെല്ലാം എൻ്റെ മനസ്സിൽ വരാൻ തുടങ്ങും. പരഹൃദയ ജ്ഞാനമെന്നാണ് എന്നെ പറയുന്നത്. ഇത് വരണ്ടെന്ന് വിചാരിച്ചാൽ ഇത് വരും. വരണ്ട ഭഗവാനെ ഇതൊന്ന് എടുത്ത് കളാന്ന് പറഞ്ഞാലും ഒരു രക്ഷയില്ല, ഇത് വന്നുകൊണ്ടിരിക്കും. ആരെ കണ്ടാലും വരും. അപ്പോൾ വട്ടുമല്ല. കാരണം എന്താ വെച്ചാൽ ഇതറിയാം ഇങ്ങനെ ആരുടെയെങ്കിലുമൊക്കെ ട്രബിൾസ് എല്ലാം നമ്മൾ കണ്ടുപോയാൽ അത് ഉള്ളിലെങ്കിലില്ല. അപ്പം എന്ത് ചെയ്യും? നമ്മൾ പോയ വഴിയെല്ലാം പോയില്ല, വഴി കിടന്നതെല്ലാം നമ്മുടേതായിട്ട് മാറും. അങ്ങനെ ഒരാളുണ്ട്. അത് ഭയങ്കര അഗണൈസിങ് ഒരു സംഭവമാണ്. ഭയങ്കര സ്പിരിച്വൽ ആഗണി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് അങ്ങനെയൊക്കെ ഒന്നുമില്ല. അപ്പോൾ അതിൽ നിന്ന് നടക്കാൻ പറ്റും. പക്ഷെ മൈൻഡിൻ്റെ പൊട്ടൻഷ്യാലിറ്റിയെ കുറിച്ച് അറിയുന്നതിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ കുറച്ച് പ്രോഗ്രാമൊക്കെ ചെയ്ത് നോക്കിയാൽ അതൊക്കെ നമുക്ക് കിട്ടും. കുറേയൊക്കെ നമുക്ക് അനുഭവത്തിൽ വരും. അപ്പോൾ അവിടെ വെച്ചിട്ട് അതുകൊണ്ട് നമ്മൾ കൺഫേം ചെയ്തിട്ട് അവിടെ മാറിപ്പോകും. അതല്ലാതെ ഒന്നും ചെയ്യാമല്ലോ. പക്ഷെ പല ഇതിനു വേണ്ടിയാണ് പദ്ധതി ചെയ്യുന്നത്. അങ്ങനെയുള്ളവരെ ഇതിലൊന്നും ഇൻട്രൊഡ്യൂസ് ചെയ്യത്തുമില്ല അറിവുകളാണ്. ഇപ്പോൾ വശ്യം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഇതിനകത്ത് ഉള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ വശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരാളിനെ നമുക്ക് വശീകരിക്കാൻ പറ്റും. ഈ തരം ക്രിമിനലായിട്ടുള്ള വേറെ ചിന്തയാണ്. ഒരാളെ മര്യാദയ്ക്ക് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആളിനെ നമ്മളൊരു സിദ്ധി പ്രയോഗിച്ച അയാളെ നമ്മൾ ചൊൽപ്പടിയിലാക്കുക, ഒരു സിദ്ധി. അപ്പോൾ ഇതിനൊക്കെ പറഞ്ഞിട്ടുള്ള വൃത്തികേടുകൾ തന്നെയാണ്. പക്ഷേ ഇങ്ങനെയുള്ള കപ്പാസിറ്റി ഉണ്ടെന്ന് ഈ പ്രാക്ടീഷണർ അറിഞ്ഞിരിക്കണം. കാരണം മൈൻഡിൽ ഇത്രയും ഹിഡൻ പൊട്ടൻഷ്യാലിറ്റി ഉണ്ടെന്ന് അറിഞ്ഞിരിക്കുന്നതിന് വേണ്ടി അയാളെ ചെയ്ത് നോക്കി അയാൾ അവിടെ നിർത്തുന്നു. അതിനാണ് ഈ സംഭവം. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഭൂരിഭാഗത്തിന് ഇങ്ങനെ കുറേ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അത് പ്രാക്ടീസ് ചെയ്താൽ ചിലതൊക്കെ വർക്ക് ചെയ്തെന്നിരിക്കാം. ഇപ്പോൾ ആണിമ എന്ന് പറഞ്ഞാൽ ചെറിയ ആരും അറിയാതിരിക്കുക, ആറ്റം പോലെ ചുരുങ്ങിയിരിക്കും. നമ്മളിത് ചുരുങ്ങുന്നതല്ല. നമ്മളെവിടെയെങ്കിലും പോയി നിന്നാൽ ആരും അറിയട്ടാന്ന് ചോദിച്ചാൽ അറിയില്ല. ആൾക്കൂട്ടത്തിൽ നമ്മൾ പോയിരിക്കുന്ന ആരും അറിയട്ടാന്ന് ചോദിച്ചാൽ ആരും അറിയില്ല. ഒന്ന് അറിയണമെന്ന് പറഞ്ഞാൽ ഒന്ന് കുടിക്കാൻ ആളറിയില്ല. ഇത്രയേ ഉള്ളൂ. പെട്ടെന്ന് ഇത്രയും മതി, ഉടനെ അറിയാം. ഇനി അതല്ലെങ്കിൽ ഒന്ന് പറയുന്ന ഞാനത് എന്നൊക്കെ ചോദിച്ചാൽ ഉടനെ എല്ലാവരും അറിയോ ഒരു ഭ്രാന്തനാണ്. ഇങ്ങനെ ഉള്ള കാര്യങ്ങൾ. പിന്നെ അതൊരു ആളായിട്ടാണെങ്കിൽ വലിയ ആളാകും. പർവ്വതം പോലെ വളരണമെങ്കിൽ അത് കൊച്ചു മനുഷ്യർക്ക് വലിയ സാധ്യമാണ്. ഞാൻ ഒരു കൊച്ചു മനുഷ്യനായതുകൊണ്ട് എനിക്ക് വളരണമെങ്കിൽ വളരെ എളുപ്പമാണ്. ആളുകൾ പിടിച്ച് ഒരു ഭയങ്കര ബഹളം കാണിച്ചു കഴിഞ്ഞാൽ ആ നിൽക്കുന്ന ആളുകളൊക്കെ അറിയാം അങ്ങോട്ട് പോട്ടാ കടഞ്ഞ് നിൽക്കും. വലുതായിട്ട് വലിയ ഇതൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. പിന്നെ അതിനൊരു സിദ്ധിയുടെ ഫോർമാറ്റിലൊക്കെ പ്രാക്ടീസ് ചെയ്ത് അതിൻ്റെ കറക്റ്റ്സ് എടുത്ത് വയ്ക്കുക. മനസ്സിൻ്റെ പൊട്ടൻഷ്യാലിറ്റി അറിയാൻ വേണ്ടി ചെയ്യുന്ന പ്രോഗ്രാം അത് ഇതിനകത്തുണ്ട്. ഇല്ലാന്ന് പറയാൻ പറ്റില്ല. വലിയ സഫറിങ്ങും സഫറിങ് എപ്പോഴെന്ന് പറഞ്ഞാൽ ഇതെടുത്ത് മാറ്റാൻ പറ്റില്ല. ഈ പറഞ്ഞത് ഇപ്പം തന്നെ ഈ കാണുന്നവരുടെ എല്ലാം മനസ്സിൽ കിടക്കുന്ന സാധനം നമ്മുടെ ഉള്ളിലോട്ട് കയറിയല്ലേ. നമുക്കൊന്നും സമ്മാനം കിട്ടതേ ഇല്ല, സമാധാനമില്ല. സമാധാനമില്ലാതെ അപ്പുറം ഇത് നിർത്തണമെന്ന് ആരുടെ ആവശ്യപ്പെടാം. ദൈവത്തിനെ വിളിച്ച് കരയുക, ഇതൊന്നും എടുത്ത് മാറ്റിത്താ, ഞാൻ അറിയാൻ പറ്റിപ്പോയതാണ്, ഇനി മേലെ ഞാൻ ചെയ്യത്തില്ല, അതുകൊണ്ട് എന്നിൽ നിന്നൊന്നും എടുത്ത് മാറ്റിത്തരാതെ മാറത്തില്ല. അപ്പം ചിലപ്പോൾ ഭാഗ്യത്തിന് ഇപ്പോൾ ഒരു ഗുരുവിൻ്റെയൊക്കെ സപ്പോർട്ടുണ്ട്. അപ്പോൾ ചിലപ്പോൾ ശരി ഓട്ട് തീ വിടും എന്നൊരു തട്ടൊക്കെ തരുമ്പോൾ ചിലപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ട്. ഇതിനകത്ത് കുറേ മിസ്റ്ററി ഇതിനകത്തുണ്ട്. നമ്മൾ ആ സൈഡ് നോക്കണ്ട, വാൺ ചെയ്തിരിക്കും, നമുക്ക് നോക്കരുത്. ഒരു കുറേ കാര്യങ്ങൾ അതിനൊക്കെ ഉണ്ട്. പക്ഷേ ഒരുപാട് ആൾക്കാർക്ക് അതാണ് പ്രധാന വിഷയം. എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ഒരവസ്ഥയിലെത്താം. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ അറിവുള്ള ഗുരുക്കന്മാർ ഈ ടെൻഡൻസി ഉള്ളവർക്ക് ഒന്നും പറഞ്ഞു കൊടുക്കില്ല. കാരണം ഇവർ ലോകനാശം ഉണ്ടാക്കാൻ വിളിക്കുന്ന
ഇവൻ പോയിട്ട് ആളായിട്ട് ലോകത്തിനെ നശിപ്പിക്കുക, അതിൻ്റെ നോർമൽ പാത്തിൽ നിന്ന് മാറ്റി ആളുകളെ ഡീവിയേറ്റ് ചെയ്ത് വിടും, വിശ്വാസങ്ങളൊക്കെ ജനിപ്പിക്കും, കുഴപ്പങ്ങളൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് അവർ ഈ ഇത്തരം കാര്യങ്ങൾ ഭയങ്കര ഹിഡനായിട്ട് സൂക്ഷിച്ചു വെച്ചു. പിന്നെ നല്ല സങ്കല്പങ്ങൾ വെച്ചുകൊണ്ടിരിക്കാനല്ലോ, എല്ലാവർക്കും നല്ല വരട്ടെ, വലിയ കാര്യമില്ല അല്ലേ. നമ്മൾക്ക് ഒരാൾ വന്നു കണ്ടു പോകാനായി എല്ലാവരും നല്ലത് വരട്ടെ എന്നോ വിചാരിക്കുന്നത് ഒരു നല്ല സിദ്ധിയാണ്. ആരും വന്നാലും അവർക്കൊക്കെ നല്ലത് വരട്ടെ, സമാധാനം ഉണ്ടാകട്ടെ, എല്ലാവർക്കും ഉണ്ടാകട്ടെ, സമാധാനം എന്ന് വിചാരിക്കാം. അത് നമ്മൾ വിചാരിക്കുന്നതുകൊണ്ടല്ല, ചിലപ്പോൾ താനേ അവർക്കുണ്ടായി വരും. അങ്ങനെയൊക്കെ ഡിസീസസ് ഒക്കെ ആയിട്ട് സഫർ ചെയ്യുന്ന ആൾക്കാരൊക്കെ, സഫർ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റിയാൽ അത് അതൊരു കുറ്റമല്ല. എന്തെന്നറിയാമോ, അത് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റി. ഇപ്പം ചെറിയ കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റി. ഇതിനകത്ത് വേറൊരു കാര്യം, ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ കിടക്കുന്നത് എന്താണെന്നറിയാം. ഇതെങ്ങനെയാണ് ഒരാൾക്ക് ഡിസീസ് വരുന്നത്? ജീസസിൻ്റെ ചരിത്രത്തിൽ ഇങ്ങനെ സ്റ്റോറി ഉണ്ടല്ലോ, ഒരു കുരുടനെ ഇങ്ങനെ ബ്ലൈൻഡായിട്ട് അയാളങ്ങനെ ജീവിക്കും. അപ്പോൾ അവസാനം ജീസസ് ഇങ്ങനെ വന്നപ്പോഴത്തേക്ക് അന്നേരം പോയിട്ട് എനിക്ക് കണ്ണ് കണ്ടുള്ള അങ്ങനെ രക്ഷപ്പെടുത്തും എന്ന് പറയും. അപ്പോൾ അങ്ങനെ ജോർഡാൻ നദിയിലെ ഒരു ചെറിയ എടുത്തിട്ട് കണ്ണിൽ പുരട്ടിയിട്ട് ഇനി പോയിട്ട് കഴിവ് കാഴ്ച കിട്ടി. പക്ഷേ ഇനി മുതൽ കറക്റ്റ് ചെയ്ത് ജീവിച്ചോളാം. അവിടെ ഒരു പോയിന്റ്, ഇനി മുതൽ കറക്റ്റായിട്ട് ജീവിച്ചോളാം, ഇല്ലെങ്കിൽ ഇതുകൊണ്ട് പോകും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് അറിഞ്ഞാലും അറിയാതെ ആണെങ്കിലും നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ നിന്നാണ് ഒരുപാട് ഡിസീസുകൾ വരുന്നത്. പിന്നെ ജനറ്റിക്കലായിട്ടുള്ള വീക്ക്നെസ് ഒക്കെ കൊണ്ട് അങ്ങനെ അയാളുടെ ജീവിതം കറക്റ്റ് അല്ലാത്തത് കൊണ്ട് വരുന്ന ബുദ്ധിമുട്ടുകളിൽ നിന്ന് ഇതൊക്കെ എന്ത് ഡിസീസും ഉണ്ടാവാം. ഒട്ടുമിക്കാൻ അങ്ങനെ ആയിരിക്കും, ചിലർക്ക് ജനിച്ചപ്പോഴേ അങ്ങനെ ആയിരിക്കും. അതിപ്പോൾ അവരുടെ ജീൻസിനകത്ത് വന്ന ഇൻഫോർമേഷൻ മിസ്റ്റേക്കാണ്. അപ്പോൾ അതൊന്നും മാറ്റാനൊന്നും പറ്റത്തില്ല. എന്നാൽ ഒരാൾക്ക് ഇങ്ങനെ അയാളുടെ ലൈഫിൻ്റെ പ്രോബ്ലം കൊണ്ട്, അയാളുടെ രീതി കൊണ്ട്, അയാളുടെ ഒരു ആവേശം കൊണ്ടോ അയാളുടെ സ്ട്രെസ് കൊണ്ടോ അയാൾക്ക് ക്രിയേറ്റ് ചെയ്യും. ഈ യോഗയുടെ ബേസിക് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ആധിയാണ് വ്യാധി ഉണ്ടാക്കുന്നത്. ആധി എന്ന് വെച്ചാൽ സ്ട്രെസ്, വ്യാധി എന്ന് വെച്ചാൽ ഡിസീസ്. അപ്പോൾ അങ്ങനെ ശരിയല്ലാത്ത രീതിയിൽ കോൺഫ്ലിക്റ്റിംഗ് ആയിട്ടൊരു ജീവിതം നയിച്ച് ഒരു അവസ്ഥ വരെ എത്തിയിരിക്കുന്ന ഒരാളിന് വ്യാധി ഉണ്ടാകുന്ന, വ്യാധി എന്ന് വെച്ചാൽ ഡിസീസ് ഉണ്ടാകുന്ന സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അയാളത് കറക്റ്റ് ചെയ്യുന്നു അല്ലേ, അയാളല്ലേ അത് ബേസിക്കായിട്ട് കറക്റ്റ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഇൻഡിക്കേഷനാണ് ഡിസീസ്. അത് അറ്റ്ലീസ്റ്റ് ഡിസീസ് വരുമ്പോഴെങ്കിലും അയാളത് ട്രൈ ചെയ്ത് മാറ്റാൻ ശ്രമിക്കുന്നത്. അപ്പോഴും ചെയ്യത്തില്ല. അപ്പോൾ പോയി മരുന്നെല്ലാം വാങ്ങിച്ച് ഭയങ്കര 10 ലക്ഷം രൂപയുടെ ഒരു ഇഞ്ചക്ഷനാണ് ഞാൻ അടിച്ചത്. അതിലാണ് ഞാൻ ഇങ്ങനെ പിടിച്ചിരിക്കുന്നത്. അപ്പോൾ അടുത്ത 10 ലക്ഷം കൂടെ ഉണ്ടാക്കി വെച്ചിട്ട് ആ ലൈഫ് അത് തന്നെ കണ്ടിരിക്കും. സെയിം ലൈഫ് തന്നെ. അതിൽ ഈ ഡിസീസ് മാറിയതിൻ്റെ അന്ന് മുതലാണ് വേറെയാണ്. അതൊരു ദൈവമേ അയ്യപ്പ സ്വാമി എന്നൊക്കെ വിളിച്ച് ഇതെല്ലാം ചെയ്തിട്ട് ഡിസീസ് ഒന്ന് മാറിക്കിട്ടിയ പഴയ ഡബിൾ ഫോഴ്സിൽ പഴയ സ്ഥലത്തോട്ട് പോകണം. ഇങ്ങനെയാണ് ഞാൻ കാണുന്നത്. ഞാൻ കാണുന്നത് ഇങ്ങനെ തന്നെ. അപ്പോഴേ വിട്ടുക, എല്ലാം ഈ പരിപാടിയെ വിട്ടുക. അല്ലെങ്കിൽ മാറുന്നതിന് വേണ്ടി ആയിരക്കണക്കിന് തേങ്ങയെല്ലാം കൊണ്ടുവന്ന് അവിടെ അടിച്ചിട്ട്, അതായത് അസുഖം മാറി, സ്വാമിയെ കണ്ടു, സ്വാമി അനുഗ്രഹിച്ചു, അസുഖം മാറി. ഇവരുടെ ലൈഫ് അതേപടി മോശമായിട്ട് വീണ്ടും മോശമായിട്ട്. ഇതാണ് സാധാരണ കാണുന്നത്. എൻ്റെ അനുഭവത്തിൽ അത് തന്നെയാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അല്ല, നമുക്ക് എന്തെങ്കിലും അറിയാമെങ്കിൽ തന്നെ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റും? അവരടുത്ത് പറഞ്ഞു കൊടുക്കാൻ ഇതൊക്കെയാണ് വഴി, നിങ്ങൾ കുറച്ച് സമാധാനപ്പെടണം. സമാധാനപ്പെടുന്നതിന് വേണ്ടി എവിടെയെങ്കിലും ഇരുന്ന് ശ്വാസമൊക്കെ കറക്റ്റ് ചെയ്യണം, അതൊക്കെ നോക്കണം, സമാധാനമായിട്ട് ഇരിക്കണം. അങ്ങനെ സമാധാനമായിട്ടിരിക്കുമ്പോൾ അസുഖങ്ങൾക്ക് കുറഞ്ഞു. എൻ്റെ അനുഭവം എന്നറിയാമോ, ഞാനിപ്പം അവിടെയൊക്കെ പോയിട്ട് ഇതൊക്കെ ഇങ്ങനെയൊക്കെ ഞാനിത് കുട്ടിയൊന്നെന്നാണ് പറയുന്നത്. അപ്പം ചിലപ്പോൾ ചില ആളുകളൊക്കെ ഇങ്ങനെ കൂട്ടത്തിൽ വന്ന് വലിയ വിഷമങ്ങളുള്ള ആളുകളൊക്കെ വരുമ്പോൾ അവർക്ക് സമാധാനം വരുന്നു. അത് അവർക്ക് വന്നു, ഇതോ കാരണം വന്നു. അപ്പം അത് കഴിഞ്ഞിട്ട് ഇന്ന കാര്യങ്ങൾ ചെയ്ത് നിങ്ങൾ റെഗുലറായിട്ട് പ്രാക്ടീസ് ചെയ്ത് മനസ്സിനെ സമാധാനപ്പെടുത്തി മുന്നോട്ട് പോകണം എന്ന് പറയുന്നു. അതിന് ടൂളുകൾ ഇങ്ങനെയൊക്കെ ചെയ്താൽ ഇതാകുമെന്ന് പറഞ്ഞ് നമ്പർ 8 ടൂളൊക്കെ ചെയ്ത് അവരുടെ കൂടെ ഇരുന്ന് 2-3 ദിവസം ഇരുന്ന് വർക്ക് ചെയ്ത് സമാധാനമായി. ആദ്യം പോയി കോൺഫിഡൻസ് ഇതാവുണ്ടല്ലോ എന്നത് സമാധാനമായി നമ്മൾ ആ രാജ്യം വിട്ട് പോകും.
ആ രാജ്യം വിട്ട് നമ്മൾ പോയി കഴിയുമ്പോൾ ഇവരും ആ പ്രാക്ടീസ് അങ്ങ് നിർത്തുന്നു. ഇവരെ അകത്തോട്ട് നോക്കി കറക്റ്റ് ചെയ്യുന്ന പ്രാക്ടീസ് നിർത്തും. അവർ നിർത്തി കഴിയുമ്പോഴത്തേക്കും അവരുടെ ലൈഫ് കറക്ഷൻ ഒന്നും നടന്നിട്ടില്ല. വീണ്ടും ഇത് ആദ്യം വരും. ആദ്യം വന്ന് വീണ്ടും വയ്യാതാവും. ആ വയ്യാതാകുമ്പോൾ വീണ്ടും ഈ ഓർമ്മ വരും. അപ്പോഴത്തേക്ക് ഇതെല്ലാം പറഞ്ഞത് ചിലപ്പോൾ ഏതെങ്കിലും ഒരു കാട്ടിൽ മരത്തിൻ്റെ ചുവട്ടിൽ അല്ലെങ്കിൽ ഒരു പാർക്കിൽ മരത്തിൻ്റെ ചുവട്ടിൽ വെച്ചില്ല, നേരെ പോകും ആ പാർക്കിൽ ഈ മരത്തിൻ്റെ ചുവട്ടിൽ. എന്നിട്ട് അവിടെ പോയി സ്വാമിയാർ ഇരുന്ന സ്ഥലത്ത് പോയി അവരിരുന്നിട്ട് ഭഗവാനെ പ്രാർത്ഥിക്കും. അതൊക്കെ സമാധാനം കിട്ടും. കാരണം വെച്ചാൽ വീണ്ടും പ്രശ്നം വന്നതുകൊണ്ട് സമാധാനപ്പെടാൻ പോയിരിക്കുകയാണ്. അങ്ങനെ ഞാൻ ഇരുന്നിട്ടുള്ള മരത്തിൻ്റെ ചുവട്ടിലൊക്കെ അവന്മാർ പോയിരിക്കുന്നു. ഒന്നും നടക്കില്ല. അടുത്ത പ്രാവശ്യം ഞാൻ ചെല്ലുമ്പോൾ ഞാൻ വ്യക്തമായി പറയാം, നിങ്ങൾ ഏത് മരത്തിൻ്റെ ചുവട്ടിലായിരുന്നോ, പക്ഷേ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്തോ, നിങ്ങളുടെ മനസമാധാനം നിങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറഞ്ഞ കാര്യങ്ങളോ പ്രാക്ടീസോ അതൊക്കെ ചെയ്താൽ ബെറ്റർ ആയിക്കോളും. അല്ലെങ്കിൽ മരത്തിൻ്റെ അവിടെ പോയിരിക്കും. മരത്തിനെ ഭാരം ഇങ്ങനെയുണ്ട്. അപ്പോൾ അതുകൊണ്ടെന്ന് വെച്ചാൽ ഇത് അവർ കുറേ വരുത്തുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അതിനുള്ള ടൂൾസ് എല്ലാം കൊടുക്കുക, സപ്പോർട്ട് ചെയ്യുക. നമുക്ക് പറയാവുന്നത് നമ്മുടെ മനസ്സുകൊണ്ട് നമ്മൾ ഭയങ്കര സ്നേഹസമ്പന്നനായി ഇരുന്നവരെ സമീപിക്കുക, അവർക്ക് വേണ്ടുന്നതെല്ലാം ചെയ്തു കൊടുക്കുക, സമാധാനം ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ എയ്ഡ് ചെയ്യാന്നല്ലാതെ നമ്മൾ ഈ ശുദ്ധി പ്രയോഗിച്ച് വേണ്ടി അർത്ഥം മാറ്റുന്നതിന് മാറത്തില്ല. നല്ല കാര്യം, മാറത്തേയില്ല. ഇപ്പം മാറ്റിയ ആൾക്കെടുത്ത് ഇത് തന്നെ പറഞ്ഞു, നീ കൊടുക്കില്ല, മര്യാദയ്ക്ക് ജീവിതം മാറ്റിക്കോ, അല്ലെന്നുണ്ടെങ്കിൽ എല്ലാം തിരിച്ചു വരും. അതുകൊണ്ടാണ് ഇത് നമ്മൾ വേസ്റ്റ്. നമ്മൾക്ക് ഒരാൾക്ക് പൂർണ്ണമായിട്ട് ഇതിൻ്റെ ഭാരമൊന്ന് നമ്മുടെ ലൈഫിൽ സമർപ്പിച്ച് വന്നിട്ടുണ്ടെങ്കിൽ ഇവരങ്ങനെ നിൽക്കുന്നതായി കാണുന്നില്ല. അവർ മാറി പഴയ പൂർവ്വസ്ഥിതിയിലേക്ക് കടക്കാനാണ് ഇത് ടെൻഡൻസി ഉദ്ദേശിക്കുന്നത്. അത് ഗുണം ചെയ്യത്തില്ല.